പിന്നെ ഈ വേടൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും കേരളത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. വേടൻ്റെ ആ കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറിയാത്തവർ പോലും ഇപ്പോൾ അദ്ദേഹത്തെ അറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ വളരെ പക്വതയോടുകൂടിയുള്ളൊരു സമീപനമാണ് പിന്നീട് ഓരോ വേദികളിലും വന്നിട്ട് വേടൻ എടുത്തിട്ടുള്ളത്. വേടൻ്റെ മതമാണ് പ്രശ്നം അല്ലേ? വേടന്റെ മതമാണ് വേടൻ ഒരു ആയുധമാക്കുന്നത്. വേടൻ എന്നല്ല യഥാർത്ഥ പേര്. ഈ ശ്രീലങ്കയിൽ നിന്ന് കുടിയേറി വന്നവരെന്നാണ് അറിയുന്നത്. യാഥാർത്ഥ്യത്തിൽ എനിക്ക് ഈ വേടനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. ഈ റാപ്പർ സോങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് പോലും എനിക്ക് കൃത്യമായി അറിയില്ല. ഇദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേട്ട് ഞാനത് കുറച്ച് നാൾ റിംഗ് ട്യൂണൊക്കെ ആക്കിയിട്ടിരുന്നു. കാരണം ആ പാട്ട് നമുക്ക് കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട്, ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീല് തോന്നും. അപ്പോഴും നമ്മളിത് പാടിയത് ഇങ്ങനെ വേടൻ എന്ന് പറയുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം. അയാളെ കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയില്ല. യേശുദാസ് ഗാനഗന്ധർവനാണ്. യേശുദാസിനെ കുറിച്ച് നല്ലതും പറയുന്നുണ്ട്. യേശുദാസിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഒരു സെൽഫി എടുക്കാൻ വന്ന കുട്ടിയുടെയൊക്കെ മൊബൈൽ പിടിച്ച് അതൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഒരിക്കലും യേശുദാസ് അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞൊരിക്കലും അദ്ദേഹം പരിപാടി അവതരിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ സംഗീതത്തെ പിന്നെ എന്താ പറയുക സ്നേഹിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. MG ശ്രീകുമാർ, നമുക്കറിയാവുന്ന ഒരുപാട് ഇപ്പൊ ഇളയരാജ അടക്കം ഉള്ള ആരും ഈ മതം പറഞ്ഞുകൊണ്ട് പിന്നെ എന്താ സംഗീതത്തെ പ്രണയിച്ചിട്ടുണ്ടോ, സംഗീതത്തെ എന്താ പറയുക ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വേടൻ എപ്പോഴും പറയുന്നത് വേടന്റെ മതം ദളിതനാണ് എന്നുള്ള ആ മതത്തെ പിടിച്ചുകൊണ്ടാണ്, തന്റെ ജാതിയെ പ്രയോഗിച്ചുകൊണ്ടാണ് വേടൻ എപ്പോഴും ഈ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. എനിക്കതിനോട് യോജിപ്പില്ല. നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ട കഴിവാണെങ്കിൽ തീർച്ചയായും ലോകം അംഗീകരിക്കപ്പെടും, എപ്പോഴാണെങ്കിലും അംഗീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല എങ്കിൽ നമുക്കതിനുള്ള കഴിവില്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടും. അവിടെ ജാതിയോ മതമോ നമ്മുടെ കുലമോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ ഒന്നും അതിനൊരു തടസ്സമാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ വേടൻ പോകുന്നിടത്തെല്ലാം അനിയന്ത്രിതമായ തിരക്കാണ്. അതെന്തുകൊണ്ടാണ്? അയാളുടെ പാട്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അവിടെ ആരും അയാളുടെ ജാതി ചോദിക്കുന്നില്ല. അവിടെ സവർണരും അവർണരും വരും അയാളുടെ പാട്ട് കേൾക്കാൻ, അല്ലെ? എല്ലാ വിഭാഗക്കാരും അയാളുടെ പാട്ട് കേൾക്കാൻ വരും. സർക്കാരിന്റെ പല പരിപാടികളിലും അയാളെ വിളിക്കുന്നുണ്ട്, അയാളുടെ പരിപാടികൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ പാലക്കാട് തന്നെ ഈ പരിപാടിയിൽ അനിയന്ത്രിതമായ തിരക്ക് കാരണം 15 പേർക്ക് എങ്ങാണ്ട് പരിക്കു എന്നാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള ജനക്കൂട്ടം കൂടുന്നത് ഇദ്ദേഹം വരുന്നതെന്ന് അറിഞ്ഞ്, അതെ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് പാട്ട് കേൾക്കാൻ. ഇപ്പൊ നമ്മൾ ഈ വേടന്റെ പാട്ട് കേൾക്കുമ്പോൾ, അയാൾ ഈ പാടിയ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ ഇയാൾ ഏത് ജാതിയാണെന്ന്, ഏത് കുലമാണെന്ന്, ഏത് മതമാണെന്ന്, ഇയാളുടെ യഥാർത്ഥ പേരെന്താണെന്ന്, ഇയാൾ എവിടെ നിന്നാണ് വരുന്നതെന്നോ എന്താണ് ഇയാളുടെ ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ആ പാട്ടിനെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്, അല്ലെ? ഇപ്പൊ യേശുദാസിന്റെ ഭാര്യയും തമ്മിൽ വേർപിരിഞ്ഞിട്ടില്ല അവർ. ഞാനൊരു ഉദാഹരണം പറയാം. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. യേശുദാസ് പാടിയ ഒരു പാട്ട് നല്ലതാണെങ്കിൽ നമ്മളത് ആസ്വദിക്കും. അവരുടെ സ്വഭാവമൊന്നും നമ്മൾ നോക്കുന്നില്ല. പാട്ടുകാരുടെ ഒന്നും സ്വഭാവത്തെ നമ്മൾ ഒരിക്കലും എന്താ പറയാ ചകഞ്ഞ്, അവരുടെ മതത്തെ ചകഞ്ഞ്, അവരുടെ സ്വഭാവത്തെ തികഞ്ഞൊന്നും നമ്മൾ പോകാറില്ല. ഇപ്പൊ സിനിമയിൽ തന്നെ നമ്മൾ ജാതി നോക്കിയല്ല ആരെയും. ഇപ്പൊ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്നവരെ എല്ലാവരും മുസ്ലിങ്ങളാണ്. എത്രയോ പിന്നെ മുസ്ലിങ്ങളായ ആളുകൾ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നില്ലേ? മോഹൻലാലിനെ എത്രയോ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇഷ്ടപ്പെടുന്നില്ലേ? സുരേഷ് ഗോപി ജയിച്ചത് തന്നെ തൃശ്ശൂരിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ മതത്തിന്റെ പേര് പറഞ്ഞ് മതം പിടിച്ചുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്തു. നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം നമ്മൾ ഇരുന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മളെ പിടികൂടി. അതൊരു വലിയ തെറ്റ് തന്നെയാണ്. കാരണം തലമുറയോട്, ഈ വളർന്നു വന്ന ന്യൂ ജനറേഷനോട് നിങ്ങൾ നിങ്ങളുടെ അമ്മമാരുടെ കണ്ണീര് കാരണം, അമ്മമാരുടെ ദുഃഖം കാരണം ഇത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ഒരാള് ആ പറഞ്ഞ് നാക്ക് വായിക്കകത്ത് ഇടുന്നതിന് മുൻപേ തന്നെ അയാളെ ഈ ലഹരിയുടെ ഉപയോഗത്തിന് തന്നെ പോലീസ് പിടിക്കുകയാണ്. അപ്പൊ അയാൾക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത്? ഇയാൾ പറയുന്നതിൽ എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത്? ഇയാളുടെ പാട്ട് നമ്മൾ അംഗീകരിക്കുന്നു, എനിക്കും ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, നമ്മളത് കേൾക്കുന്നു, അത് അംഗീകരിക്കുന്നു. ജാതി പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആരെയും മുതലെടുപ്പിന് ശ്രമിക്കരുത്. അത് വേടനോടെന്നല്ല എല്ലാവരോടും പറയുന്നതാണ്. നല്ല സംഗീതമാണെങ്കിൽ, അത് ഏത് തരത്തിലുള്ള സംഗീതമാണെങ്കിലും, ഇപ്പൊ കൊറിയൻ ഭാഷയിൽ സംഗീതമൊക്കെ നന്നായി ആസ്വദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇംഗ്ലീഷ് മ്യൂസിക് ആസ്വദിക്കുന്ന ഒരുപാട് പേരുണ്ട്. പല ഭാഷയിലുള്ള ഈ മ്യൂസിക്കിന് ഭാഷയില്ലെന്നാണ് പറയുന്നത്. അത്തരത്തിൽ ആസ്വദിക്കുന്ന ഒരുപാട് പേരുണ്ട്.
അപ്പൊ എന്തിനാണ് ഇങ്ങനെ ദളിതനായതുകൊണ്ടാണ് അവനെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത്? ചില വിഭാഗക്കാർക്ക് ദളിതനായതുകൊണ്ടാണ് അവനോട് ഇത്ര ചൊറിച്ചിൽ. ആർക്കും ആരോട് ഇനി അത്തരം ചൊറിച്ചിലുള്ളവരോട് പോകാൻ പറയൂ, അല്ലെ? അത്തരം ചൊറിച്ചിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരോട് പോകാൻ പറയും. ഇപ്പോ ഞാനും ബിനുവൊക്കെ ഒരുപാട് വർഷമായിട്ട്, എന്നെക്കാളും കൂടുതൽ വർഷം മാധ്യമ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഒരാളാണ് ബിനു. നമ്മൾ എത്ര മാറ്റത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞാലും കാണാൻ കൊള്ളില്ല, ആ വാക്ക് തന്നെയാണ് പറയുന്നത്. കാണാൻ ചന്തമില്ലാത്ത ആരെങ്കിലും ന്യൂസ് റീഡിങ്ങിന് ഇരുത്തുന്നത് ബിനു കണ്ടിട്ടുണ്ടോ? ശരിയാ, കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഇപ്പോഴും കാണാൻ സൗന്ദര്യമില്ലാത്തവരൊക്കെ ഓരോ ന്യൂസ് റൂമുകളിലും പിന്നാമ്പുറത്ത് തന്നെയാണ്. ഇവർ ഈ വലിയ വലിയ ഇതൊക്കെ പറയും, സ്ത്രീ അങ്ങനെ എന്തോ പിന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ കൊണ്ടുവരെ വാർത്ത വായിപ്പിച്ചു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ എത്ര കാണാൻ കൊള്ളില്ലാത്തവരെ പിടിച്ചിട്ട് നിങ്ങൾ വാർത്ത വായിപ്പിച്ചിട്ടുണ്ട്? ഇല്ല. നിറത്തിന്റെ പേരിൽ പോലും മാറ്റി നമുക്ക് അറിയാവുന്നവരുണ്ട്. നിറത്തിന്റെ പേരിൽ മറ്റ് ചാനലുകളിൽ ജോലി കിട്ടാതെ ഒരേ ചാനലിൽ തന്നെ വർക്ക് ചെയ്യുന്ന പലരും ഇപ്പോഴും ഉണ്ട് മാധ്യമരംഗത്ത്. അത്തരത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന ഒരാളാണ് ഞാനും. തുടക്കത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന ഒരാളാണ് ഞാനും. ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് എന്നെ കാണാൻ അത്ര കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താവായനയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയ പിന്നെ ഒരു ചാനൽ വർക്ക് ചെയ്ത ആളാണ് ഞാനും. അവിടെ നിന്ന് നമ്മൾ എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ അവിടെ ഡൗൺ ആയി പോയിരുന്നുവെങ്കിൽ ഒരിക്കലും അവിടെ നിന്ന് എന്നെ മാധ്യമരംഗത്തേക്ക് കൈപിടിച്ചു വരുത്തിയത് ബിജു തറയിൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹമാണ് എനിക്ക് വാർത്ത വായന, ആ മാനേജ്മെന്റിന്റെ എതിർപ്പുകളെ ധിക്കരിച്ചുകൊണ്ട് എനിക്ക് വാർത്ത വായന തന്നതും എന്നെ ഇതിലേക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിലേക്ക് പഠിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൈപിടിച്ചു വരുത്തിയത് അദ്ദേഹമാണ്. പിന്നീട് നമ്മളൊക്കെ സുഹൃത്തുക്കളാവുന്നു. പിന്നീട് നമ്മളൊക്കെ എത്രയോ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ രംഗത്ത് ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും സൗന്ദര്യത്തിന്റെ പേരിലും ഒക്കെ ഒരുപാട്, ഈവൻ രാഷ്ട്രീയത്തിന്റെ പേരിൽ പോലും നമ്മളൊക്കെ ആക്രമിക്കപ്പെടുന്നുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും. ഇത് ഇത്തരത്തിൽ ഈ ജാതി മത ചിന്തകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രശസ്തി അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ല. കാരണം നമുക്കറിയാം കലാഭവൻ മണിയെ പോലെ വളരെ പ്രഗത്ഭനായ ഒരു കലാകാരനുണ്ടായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ജാതിയുടെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ചില നടികൾ കഴിവിൽ വിശ്വാസമായിരുന്നു. ഏതോ ഒരു നടി അയാളോട് ആദ്യം അഭിനയിക്കാൻ വിസമ്മതിച്ചു. പിന്നീട് പുള്ളി ഐശ്വര്യ റായിയായിട്ട് പോലും അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയ മനുഷ്യനാണ് കലാഭവൻ മണി. അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ട് അത് വിഷമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇത്തരത്തിൽ നിറത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് എന്തിനാണ് കഴിവുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. അതിപ്പോൾ ഏത് ജാതിയാണെങ്കിലും അതിനൊരു തടസ്സമേ അല്ല. പിന്നെ കുറേ എതിർപ്പുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ഇതിന് ബാധകമല്ല. കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായ കഴിവുള്ള ഒരാളാണെങ്കിൽ ഒരു ജാതിയും മതമോ വർണ്ണമോ ഒന്നും ഒരു തടസ്സമല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വേടനത് മനസ്സിലാക്കുക, വേടനെ സ്നേഹിക്കുന്നവരും അത് മനസ്സിലാക്കുക. അങ്ങനെ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിവരദോഷം എന്ന് മാത്രമേ പറയാനുള്ളൂ. സംഗീതത്തിന് ജാതിയോ മതമോ വർഗമോ പിന്നെ എന്താ പറയാ നാടോ വീടോ കൂടോ ഒന്നുമില്ല. അത് ആസ്വദിക്കുന്നവന്റെ പിന്നെന്താ പറയുക ആസ്വദിക്കുന്നവന്റെ നിലപാടിനനുസരിച്ചിരിക്കും അതെങ്ങനെ നമ്മൾ എടുക്കണ്ട എന്നുള്ള. ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ ഏത് പ്രശ്നത്തിരുന്നാലും നമ്മൾ ആ പ്രശ്നം മറന്ന് ഈ പാട്ടിലേക്ക് മുഴുകും. അതിലേക്ക് മുഴുവിപ്പിക്കുന്നതാണ് ഒരു പാട്ടുകാരന്റെ കഴിവെന്ന് പറയുന്നത്. ആ കഴിവ് വേടൻ ഉണ്ടെങ്കിൽ വേടൻ ലോകത്ത് എവിടെ പോയാലും അറിയപ്പെടും. വേടൻ ഇപ്പോഴേ ഫേമസ് ആയി. ജാതിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ ആരും അകറ്റി നിർത്തുന്നില്ല. ആ പേര് പറഞ്ഞ് നിങ്ങളും മുതലെടുപ്പിന് ശ്രമിക്കരുത്.